അപ്പം ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റ് ആണ്. ഇത് പുതിയൊരു സീരീസ് ആണെന്ന് കളിച്ചത്. മറ്റേ സീരീസിൽ പാർട്ട് 3 ഇടാൻ കഴിയാണ്ട് പോയി ഗൈസ്. അതായത് നമ്മളിതൊക്കെ മൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെറ്റപ്പ് ഉണ്ട, ഈ സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്ന ഒരു ഇതാണ് സീരീസ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഒരു 150 സബ്സ്ക്രൈബേഴ്സ്, പിന്നെ 200 അങ്ങനെ അടിച്ച് പോകേണ്ടതാണ്. ഇത് ഈ സെറ്റിങ്സ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ജാവ എഡിഷനാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ തീക്കളി കളിച്ച ഗൈസ്. ഇത്രയൊക്കെ ഫുഡ് മതി. ഇതിനാണ് അപ്പം ഗൈസ് ഇവിടെ നമ്മൾ സ്റ്റിക്കൊക്കെ ക്രിയേറ്റ്. അപ്പം ഇവിടെ സ്റ്റോൺ മൈൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് ഗൈസ്. ഇവിടെ ഒരു 16, അത്രയൊന്നും വേണ്ട, 14 സ്റ്റോണെങ്കിലും വേണം. 14. അപ്പോൾ ഗൈസ് ക്രിസ്മസ് പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്. പിന്നെ ഇന്ന് ചെറിയൊരു ലീവ് കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ട് ആരും വീഡിയോയൊന്നും വേണ്ട. ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ വെക്കേഷനിൽ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങുന്നതായിരുന്നു ഗൈസ്. അതുകൊണ്ട് എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാണ്ടിരിക്കുക. ഒരുത്തൻ നമ്മളെ ചാനലിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആരും അൺസബ്സ്ക്രൈബ് ചെയ്യില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടത്തേക്ക് പോകുകയാണ്. നമ്മളിവിടത്തേക്ക് പോകുന്നു. ഇവിടത്തേക്കോ പോകുന്നു. അപ്പം ഗൈസ് നമുക്കിവിടെ വെച്ചിട്ട് കഴിഞ്ഞ ഗൈസ്. പിന്നീട് നമുക്ക് സ്ട്രെയിറ്റ് അങ്ങ് ഡിഗ് ചെയ്ത് പോയേക്കാം. ഇതെന്ത് നല്ല ലേഖം കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി അവിടെ താഴെ കേവ് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ അയൺ കിട്ടിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കുഴിച്ച് പോയതാണ്. പിന്നെ മറ്റേ 2 ബ്ലോക്കായിട്ട് കുഴിച്ച് പോവായിരുന്നു. എൻ്റെ പിക്കാക്സാണ് പ്രശ്നമാണ്. കേവ് ഞാൻ വിചാരിച്ചു ഇവിടെ അയണും ഉണ്ടാവില്ല, ഫുള്ള് തേപ്പായിരിക്കും. പക്ഷെ ഉണ്ടായി ഗൈസ്. ഇവന്മാരെന്നെ പറ്റിച്ചില്ല. നമുക്കിനി മുതൽ ഇങ്ങനെ മൈൻ ചെയ്യാം. എല്ലാവരും പറയണ എന്നോട് ഇങ്ങനെ മൈൻ ചെയ്യണം. അപ്പം ഗൈസ് നമ്മൾ വിജയകരമായിട്ട് നല്ലോണം മൈൻ ചെയ്ത് ഇനി റെഡ് റോക്ക് വരെ എത്തി. ഞാൻ പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചോണ്ടാണ്. അപ്പം ഗൈസ് എൻ്റെ സ്റ്റോൺ പിക്കാക്സ് പൊട്ടി, 6 അയണും കിട്ടി. അപ്പം ഗൈസ് തിരിച്ച് മേലെ കയറിയിട്ട് കാണാം. അപ്പം ഗൈസ് ഇവിടെ രാത്രി ആയിട്ടുണ്ട്. എന്നെ കുറേ സോംബിയൊക്കെ ഒന്ന് അടിച്ച്, പക്ഷെ രക്ഷപ്പെട്ടു ഗൈസ്. എങ്ങനെയൊക്കെയോ ഞാൻ ജീവിച്ചു പോവാണ്. ഇവിടെ മൊത്തം വലിയ ഒരു സീ ആണോ റിവറാണോ എന്ന് ചോദിച്ചാൽ സീ ആണെന്നാണ് തോന്നുന്നത്. ഫുഡാണ് അതിന് ആവശ്യം. ഫുഡിൻ്റെ ആവശ്യമുണ്ട്. അയ്യോ ഗൈസ് അടിക്കുന്നു. അയ്യോ ഈ സ്ക്രിപ്റ്റാണ് മോനെ, ഇത് അടിക്കല്ലടാ. ഗൈസ് വില്ലേജ്. ഇപ്പോൾ ഗൈസ് അതിന് നാളെ രാവിലെ കാണാം. ഇപ്പോൾ ഗൈസ് നമ്മളൊരു വില്ലേജ് എത്തി. ഇത് മറ്റേ യൂസ്ലെസ് വില്ലേജ് ആണോ എന്നൊരു സംശയം. ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ചെറിയ അങ്ങനെയാണ് കുഴപ്പം. എനിക്ക് ഈ സാധനം ഇഷ്ടമാണ്. ഓ ഗൈസ് എന്നെ
കിട്ടിയില്ലെങ്കിൽ ഞാൻ വിശന്ന് ചത്തേനും ഇവനൊക്കെ ഇവിടെ ഇവൻ്റെ പണി കടന്നുറങ്ങലാണ്. കറി ഇവൻ എൻ്റെ മറ്റേ വേൾഡിലുണ്ട്, മറ്റേ അവനൊക്കെ ടോട്ടൊക്കെ ഉണ്ട്. ആ വേൾഡിൽ ഇവൻ പണിയൊന്നും എടുക്കൂല, കടന്നുറങ്ങും. അതാണ് അവിടെ എവിടെയോ ഒരു സംഭവം ഉണ്ടാവില്ല. രണ്ടു കൂടെ ഉള്ളൂ. വില്ലേജ് ആകെ ഇത്രയാണല്ലോ കാണാൻ. അതല്ലേ അങ്ങോട്ടൊക്കെ ഇവിടെ നല്ല ശരിക്കും ഉള്ളത്. അങ്ങോട്ടൊക്കെ നോക്കി ഇവൻ്റെ അവിടെ ഒന്ന് ട്രേഡ് നോക്കാലോ. എടാ പക്ഷെ 15 ഇത് വേണം. എന്താണ് ഷാർപ്നെസ് 2. ഒരു ഡയമണ്ട് എൻചാൻഡ് ചെയ്യാത്ത സോഡിനൊക്കെയാണ് ഉണ്ട് ഡാമേജ്. ഈ സാധനത്തിന് കത്തിക്കാതെ കിട്ടും നമുക്ക് വേണ്ടി. ഇത് സ്ഥലം ഈ വീട് ഞാൻ ഇതൊരു കണ്ടില്ലല്ലോ. ഇവിടെ ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ട്. ബ്രൂ സ്റ്റാൻഡ് എടുത്താലോ? പുഷിക്കാലോ. സ്റ്റാൻഡ് പുഷിക്കാൻ എനിക്കൊരു മടിയേ ഉള്ളൂ. ബ്രൂയിങ് സ്റ്റാൻഡ് പുഷ്ക ഹുക്കും ടൈഗർ കാ ഹുക്കും. നമ്മളെ ഗോളെന്ന് വെച്ചാൽ അണ്ടർഡ്രാഗനെ കൊല്ലുന്നില്ല, നമുക്കൊരു ഡയമണ്ട് കിട്ടിയാൽ മതി. അത്രക്ക മതി. അല്ലെങ്കിൽ ഞാനിവിടെ ചാനായി കിടക്കണം. നമുക്കനി ഫുഡ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം ഗൈസ് ഞാൻ ഈ ചെസ്റ്റ് തുറന്നു നോക്കുമ്പോൾ 2 ആർമർ പീസും കുറേ ആപ്പിളും കുറേ ബ്രെഡൊക്കെ കിട്ടി. ഇടിലല്ലോ കേട്ടോ, ഒന്നും പറയാനില്ല. വിഷയ സംഭവം വിഷയം. നമുക്ക് 2 ഇടി കിട്ടി, ആർമർ കിട്ടി. നമുക്ക് നീ നോക്കട്ടെ ഗൈസ്. അപ്പം ഗൈസ് ഞാനൊരു ഈ ഫർണിസും ആക്കിയിട്ട് കത്തിക്കണ സാധനമൊക്കെ കത്തിക്കണം. നമുക്ക് അയൻകുളത്തിന് അടിച്ചില്ല. അയൻകുളം ജസ്റ്റിസ് ജസ്റ്റിസ് എന്ന് അറിഞ്ഞേ ഉള്ളു. അപ്പത്തേക്കും അവൻ അടിച്ചല്ലോ. അവനായിട്ട് 8 മിനിറ്റ് മുത്തേ അവനെ ഓടിയിരുന്നു. അവനെ ഓടി വരുന്നുണ്ട് ഗൈസ്. അവൻ ഓടി വരുന്നുണ്ട്. അതല്ലോടാ ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ട് വരുന്നടാ. തീർത്തിട്ടുണ്ടല്ലോ ആരും. എന്നെ കൊല്ല അവിടെ നൂബേ. എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു. വേണം പൊട്ടേറ്റ തരൂല. അവൻ എന്നോടാ കളിക്കണേ. കളി അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ മറ്റേ സാധനം ഇവിടെ വെച്ചേ. മറ്റേ സാധനം ഇവിടെ ആർക്കറിയാ? എടാ ഞാനൊരു സ്ഥലത്ത് സ്മെൽട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇതാണ് എൻ്റെ പ്രശ്നം ഗൈസ്. ഒന്നും ഓർമ്മയുണ്ടാവില്ല. കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ്. അപ്പം ഓക്കെ ബൈ ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ്. ഇനി 2ാമത്തെ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. ഓക്കെ ബൈ.